മക്കളെ, നമ്മൾ രണ്ട് MCQ ചെയ്യുവാണ്. സാർ, ഈ MCQ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ നേരത്തെ ബേസിക് ഫണ്ടമെന്റിൽ nth റൂട്ട് ഓഫ് a റൈസ് ടു n ഇതെങ്ങനെ എഴുതും? mth റൂട്ട്, n അല്ല, mth റൂട്ട് ഓഫ് a റൈസ് ടു n ഇതെങ്ങനെ എഴുതുന്നത്? ഇതിനെ നമുക്ക് a റൈസ് ടു n ദ ഹോൾ റൈസ് ടു 1/m ഇങ്ങനെ എഴുതാം. mth റൂട്ട് ഓഫ് a റൈസ് ടു n എന്ന് പറഞ്ഞാൽ a റൈസ് ടു n ദ ഹോൾ റൈസ് ടു 1/m അല്ലെങ്കിൽ a റൈസ് ടു n/m എന്ന് എഴുതാം. n/m എന്ന് എഴുതാം, കാരണം n ഇൻറ്റു 1/m വരും. അപ്പം നമുക്ക് n/m എന്ന് കിട്ടും. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. നമ്മുടെ ക്വസ്റ്റ്യൻ ദ ഫോർത്ത് റൂട്ട് ഓഫ് സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ ഇതെങ്ങനെ ചെയ്യും? ഇവിടെ നമുക്ക് 3 സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് ദാ ഫോർത്ത് റൂട്ട് ഓഫ് 3 സ്ക്വയറിൻ്റെ ആദ്യമേ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ അതിനെ നമുക്ക് പറയാം 3 സ്ക്വയർ ദ ഹോൾ റേസ് ടു 1/2 ദാറ്റ് ഈസ് 3 റേസ് ടു 2 ഇൻറ്റു 1/2 അല്ലെങ്കിൽ 3 ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇത്രയും ചെയ്യാൻ പോകണ്ട, സ്ക്വയർ റൂട്ട് ഈ 2ഉം കൂടെ ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം. അതായത് ചുരുക്കി പറഞ്ഞാൽ ഏത് റൂട്ട് ഓഫ് 3 റേസ് ടു a എന്ന് പറഞ്ഞാൽ മക്കൾ ഓർത്തിരിക്കണം, ഏത് റൂട്ട് ഓഫ് 3 റേസ് ടു a അങ്ങനെ പറഞ്ഞാൽ ഇതും കൂടി കട്ട് ചെയ്തിട്ട് 3 എന്ന് ആൻസർ ചെയ്യും. അപ്പം അങ്ങനെയെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നോക്കിയേ. നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ഉം കട്ട് ചെയ്തിട്ട് 3 എന്ന് വരും. ഇനി വീണ്ടും ഇവിടെ ഒരു 4 കിടക്കുന്നുണ്ടോ? അപ്പോൾ ഫോർത്ത് റൂട്ട് ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വീണ്ടും ഫോർത്ത് റൂട്ട് ഓഫ് 3 ഇതിനെ നമുക്ക് 3 റേസ് ടു 1/4. അപ്പോൾ 3 റേസ് ടു 1/4 ആണ് നമ്മുടെ ആൻസർ. ഇനി ഇതിലും സിമ്പിളായിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ സാറ് കാണിച്ചു തരാം. ദാ 81 റേസ് ടു -2 നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയേ. 81 റേസ് ടു -2 അതിൻ്റെ ഹോൾ 8th റൂട്ട് ഓഫ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 81 റേസ് ടു -2 എന്താണെന്ന് നോക്കാം. നമുക്കറിയാം 81 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് പറയാം. അപ്പം നമുക്ക് പറയാം 81 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 4 ആണ്. 81 ഈസ് ഈക്വൽ ടു 3 റേസ് ടു 4. അപ്പം 81 റേസ് ടു -2 എന്ന് പറഞ്ഞാലോ 3 റേസ് ടു 4 ദ ഹോൾ റേസ് ടു -2 അല്ലെങ്കിൽ നമുക്ക് 3 റേസ് ടു -8 ആകും. കാരണം 4 ഇൻറ്റു -2 -8. ഇനി ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതിൻ്റെ 8th റൂട്ടാണ്. ദാ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 8th റൂട്ട് ഓഫ് 81 ദ ഹോൾ റേസ് ടു -2. അപ്പം 81 ദി ഹോൾ റേസ് ടു -2 എന്ന് പറയുന്നത് 3 റേസ് ടു -8 ആണ്. എന്നാൽ അതിൻ്റെ 8th റൂട്ട് എന്ന് പറയുമ്പോഴോ 3 റേസ് ടു -8 ഈ 8th റൂട്ടിനെ നമുക്ക് ഹോൾ റേസ് ടു 1/8 എന്ന് പറയാം, അല്ലേ? നമ്മൾ ആദ്യം പഠിച്ചത്. അപ്പോൾ അത് വീണ്ടും -8ഉം 1/8ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ 8ഉം 8ഉം കട്ടായി പോകും. അപ്പോൾ 3 റേസ് ടു -1 അതായത് 1/3. അപ്പോൾ 1/3 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ ചോയ്സ് നോക്കിയേ. നമുക്ക് ചോയ്സിൽ ആൻസർ C ആണ്. 1/3 ഈസ് ദി ആൻസർ. ഇപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മക്കൾ മറക്കരുത്.